പാലക്കാട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ന്യൂ അൽമ ആശുപത്രിയിലും സ്നേഹ ഇഫ്താറുമായി യൂത്ത് ലീഗ്. ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് സ്നേഹ ഇഫ്താർ വലിയ ആശ്വാസമെന്ന് ആയത്. റമദാൻ 1 മുതൽ ആരംഭിച്ച ഭക്ഷണ വിതരണം പെരുന്നാൾ ദിനം വരെ തുടരും. യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് 1.5 പതിറ്റാണ്ടായി സ്നേഹ ഇഫ്താർ നൽകി വരുന്നത്. ഇത്തവണയും ആദ്യ നോമ്പ് മുതൽ തന്നെ സ്നേഹ ഇഫ്താറിന് തുടക്കമായി. പത്തിരി, നൂൽപുട്ട്, അപ്പം, ചിക്കൻ കറി, ഈന്തപ്പഴം, നാരങ്ങ വെള്ളം, ചായ, പഴങ്ങൾ അങ്ങനെ രുചികരവും വ്യത്യസ്തവുമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാകും. ആരും നോമ്പ് തുറക്കാൻ പ്രയാസപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് ലീഗ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ന്യൂ അൽമ ആശുപത്രിയിലും സ്നേഹ ഇഫ്താർ ഒരുക്കുന്നത്. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസം തന്നെയാണിത്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ സ്നേഹ ഇഫ്താർ എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനുഷ്ഠാനത്തിൻ്റെ പ്രതിഫലം കൃത്യമാകണമെങ്കിൽ അതിന് ധാരാളം സാമൂഹ്യ സേവനം, മറ്റുള്ളവരെ സഹായിക്കൽ, അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് വ്രതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എന്നാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റംസാൻ മാസക്കാലത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഈ നോമ്പ് കാലം നന്മകളാൽ സമൃദ്ധമാക്കുക എന്നുള്ളതാണ് സംഘടിതമായ ഇത്തരം പ്രവർത്തനത്തിൻ്റെ ഒരു താല്പര്യം. യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു. സ്നേഹ ഇഫ്താറിന് ആശുപത്രി സൂപ്രണ്ട് മേരി ജ്യോതി ആശംസകൾ അറിയിച്ചു. എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആശുപത്രി പരിസരത്തിൽ ഇത്രയും വലിയ രീതിയിൽ ഇതിൽ സംഘടിപ്പിച്ചത്. അതിനെ സംഘടിപ്പിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ, ഇതിൽ ഉള്ള എല്ലാ പ്രവർത്തകരും ഈ പറഞ്ഞ പോലെ നോമ്പ് തുറയുടെ സമയത്ത് സ്വന്തം വീട്ടിൽ പോകാതെ ഇവിടെ നിന്ന് ഇത് വിതരണം ചെയ്യുന്ന കാണിക്കുന്ന ഒരു മനസ്സ്, അത് തന്നെയാണ് ഏറ്റവും വളരെ അതിശയവും വളരെ അഭിനന്ദനമായിട്ടുള്ള കാര്യം. നഗരസഭാ ചെയർപേഴ്സൺ സജിന ടീച്ചർ, യൂത്ത് ലീഗ് നേതാക്കളായ മുനീർ താളിയിൽ, ഷർഫുദ്ദീൻ ചങ്ങലിരി, ഷമീർ മാസ്റ്റർ മണലടി, ഹാരിസ് കോൽപ്പാടം, സക്കീർ മുല്ലക്കൽ, സൈനുദ്ദീൻ കൈതച്ചിറ, സമദ് പൂവക്കോടൻ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് മലയാളം, പാലക്കാട്.